പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ത്രീയുടെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്. ആ മഹദി മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ലോകത്തുള്ള മറ്റൊരു വനിതകൾക്കും നൽകാത്ത ഒരുപാട് പ്രത്യേകതകൾ മറിയം ബീവിക്കും ലോകത്ത് മറ്റാർക്കും നൽകാത്ത ഒരുപാട് പ്രത്യേകതകൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും അള്ളാഹു നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആല ഇമ്രാനിൻ്റെ 33-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ അസ്തഫ ആദമ വനൂഹ, നിശ്ചയം അള്ളാഹു ആദമിനെയും നൂഹിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. വ ആല ഇബ്രാഹീമ വ ആല ഇമ്രാൻ അലൽ ആലമീൻ, ഇബ്രാഹീമിൻ്റെ കുടുംബത്തെയും ഇമ്രാൻ്റെ കുടുംബത്തെയും ലോകർക്ക് മേൽ അള്ളാഹു തിരഞ്ഞെടുക്കുകയും അവർക്ക് പ്രത്യേകമായ ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനനം തൊട്ടുള്ള ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജനനത്തിന് മുമ്പേയുള്ള ചരിത്രം ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭാര്യയുടെ അനുജത്തി ഹെന്നയുടെ മകളാണ് മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം. അതായത് മറിയം ബീവിയുടെ മൂത്താപ്പയാണ് ആര്? സക്കരിയ നബി. സക്കരിയ നബി ആയിരുന്നു മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംരക്ഷിച്ചിരുന്നത്. കാരണം ഇമ്രാൻ ആണ് മറിയം ബീവിയുടെ പിതാവ്. മറിയം ബീവി ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ഇമ്രാൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. യതീമായിട്ടാണ് മറിയം ബീവി ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്. അവരുടെ ഗർഭധാരണത്തിൻ്റെ സമയത്ത് അവരുടെ ഉമ്മ നടത്തിയ ഒരു നേർച്ചയെക്കുറിച്ച് ആണ് ഖുർആൻ പറഞ്ഞു തുടങ്ങുന്നത്. അള്ളാഹു പറയുന്നു പരിശുദ്ധ ഖുർആനിൽ സൂറ ആല ഇമ്രാനിൻ്റെ 35-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയാൻ, إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم. ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഞാൻ നിന്റെ മാർഗത്തിൽ ഇതാ നേർച്ചയാക്കിയിരിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ സേവനത്തിന് വേണ്ടി, നിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രമായി ഞാൻ ഇതാ നേർച്ച നേർന്നിരിക്കുകയാണ്. ഫതഖബ്ബൽ മിന്നി, അതുകൊണ്ട് എൻ്റെ രക്ഷിതാവേ ഇത് നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നിശ്ചയം നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇത് മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മയുടെ നേർച്ചയാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പതിവുണ്ട്. ആൺകുട്ടികളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ ഭവനത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിന് വേണ്ടി നേർച്ച നേരുന്ന, അതിനായി മാത്രം ഒഴിഞ്ഞു വെക്കുന്നൊരു ഏർപ്പാട്, സമ്പ്രദായം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മറിയം ബീവിയുടെ ഉമ്മ തൻ്റെ ഗർഭാശയത്തിലുള്ളത് പ്രതീക്ഷിച്ചത് ആൺകുട്ടിയാണെന്നാണ്. പക്ഷേ ഗർഭപാത്രത്തിനകത്തുള്ളതെല്ലാം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ആണാണോ പെണ്ണാണോ, കറുത്തവനാണോ വെളുത്തവനാണോ, കുറിയവനാണോ നീണ്ടവനാണോ, ബുദ്ധിയുള്ളവനാണോ മന്ദബുദ്ധിയാണോ, വിശ്വാസിയാണോ അവിശ്വാസിയാണോ, ധിക്കാരിയാണോ അഹങ്കാരിയാണോ, ദരിദ്രനാണോ ധനികനാണോ എന്നെല്ലാം കൃത്യമായി തീരുമാനിക്കുന്നത് അള്ളാഹുവാൻ. അതിൻ്റെ രൂപത്തെയും ഭാവത്തെയും സ്വഭാവത്തെയും എല്ലാം നിർണ്ണയിക്കുന്നത് അള്ളാഹുവാൻ. അള്ളാഹു പറയുന്നു, ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഗർഭാശയങ്ങളിലുള്ളവനെ വ്യക്തമായി തിട്ടപ്പെടുത്തുന്നവൻ, അതിന്റെ രൂപം നിർണ്ണയിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല, അവൻ പ്രതാപിയും യുക്തിമാനുമാകുന്നു. എന്നിട്ടുള്ള പറയുന്നു, ഫലമ്മാ വദഅത്ഹാ, അങ്ങനെ മറിയം ബീവിയുടെ ഉമ്മ പ്രസവിച്ചപ്പോ ഖാലത്ത്, അവർ പറയുകയാണ്, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇന്നി വദഅതുഹാ ഉൻസാ, ഞാനിതാ റബ്ബേ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചത് ആൺകുട്ടിയാണ്, പക്ഷേ നീ എനിക്ക് നൽകിയത് പെൺകുട്ടിയാണ്. ഞാനിതാ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിരിക്കുകയാണ്. വല്ലാഹു അഅലമു ബിമാ വദഅത്, അവർ പ്രസവിക്കുന്നതിന്റെ മുന്നേ, അവർ ഗർഭം ധരിക്കുന്നതിന്റെ മുന്നേ, അവരുടെ ഗർഭാശയത്തിൽ വരാൻ പോകുന്നത്, അവരുടെ ഗർഭാശയത്തിൽ വളർന്നു വരുന്നത് ഒരു പെൺകുട്ടിയാണെന്ന വിവരം അല്ലാഹു എന്നെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വല്ലാഹു അഅലമു ബിമാ വദഅത്,
അവൾ പ്രസവിച്ചതിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ പടച്ച റബ്ബാണ്. ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല. അള്ളാഹുവിന്റെ വല്ലാത്തൊരു വാക്കാണിത്. ആണിനെയും പെണ്ണിനെയും പടച്ചത് അള്ളാഹുവാണ്. വഖലഖനാകും അസ്വാജ, നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആണും പെണ്ണും, നമ്മൾ പെൺകുട്ടികൾക്ക് ജീൻസും ടീഷർട്ടും ഇട്ടെടുത്താൽ, കുപ്പായം പാൻറ് ഇട്ടെടുത്താൽ ആണൊരിക്കലും പെണ്ണാവില്ല, പെണ്ണൊരിക്കലും ആണും ആവില്ല. അതൊരിക്കലും സാധ്യമല്ല. പടച്ചോന്റെ സൃഷ്ടിപ്പ് തന്നെ വേറെയാണ്. അവരുടെ ഫിസിയോളജി വ്യത്യസ്തമാണ്, അവരുടെ സൈക്കോളജി വ്യത്യസ്തമാണ്, അവരുടെ ബിഹേവിയർ വ്യത്യസ്തമാണ്, അടിമുടി എല്ലാം വ്യത്യസ്തമാണ്. പാദാതികേശം ആണും പെണ്ണും രണ്ടും രണ്ടാണ്. ഒരിക്കലും ഒന്നാക്കാൻ കഴിയില്ല. ഒരിക്കലും അവർക്ക് സമത്വം നേടിക്കൊടുക്കാനും നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഈ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്നത് ആരാണ്? സ്ത്രീകളാണ്. അതിലൊരു സംശയമില്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് അവൻ ആകെ നൽകുന്നത് അവൻ അനുഭവിക്കുന്ന സുഖം മാത്രമാണ്, അവൻ അനുഭവിക്കുന്ന അനുഭൂതി മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എന്താണ്? പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വയസ്സറിയിച്ച കാലം തൊട്ട് അവൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. മാസത്തിൽ ഏതാനും ദിവസം അവൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ക്ലേശം അനുഭവിക്കുന്നുണ്ട്. സ്ത്രീ വലിയ മഹത്വമുള്ളവനാണ്. ഇസ്ലാം സ്ത്രീക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്, വലിയ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ഒരിക്കലും സ്ത്രീ പുരുഷനേക്കാൾ കുറഞ്ഞവളല്ല. പക്ഷെ ഇവിടെയുള്ള ആളുകൾ എന്താണ് പഠിപ്പിക്കുന്നത്? സ്ത്രീയോട് നീ പുരുഷൻ ധരിക്കുന്ന പോലെ വസ്ത്രം ധരിക്കണം, ആണ് ധരിക്കുന്നത് പോലെ നീ വസ്ത്രം ധരിക്കണം, എന്നാൽ മാത്രമേ നിനക്ക് സമത്വം കിട്ടുള്ളൂ. അല്ല, പെണ്ണ് ആണിനേക്കാൾ ശ്രേഷ്ഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റസൂലിന്റെ നാവിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രണ്ട് പെൺകുട്ടികളെ സംരക്ഷിച്ചു വളർത്തി അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ സ്വർഗമുണ്ട് എന്ന് പെൺകുട്ടികളെ കുറിച്ച് വാർത്തയെ പറഞ്ഞിട്ടുള്ളൂ, ആൺകുട്ടികളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. 3 തവണ ഉമ്മയോടുള്ള കടപ്പാട് പറഞ്ഞതിന് ശേഷമാണ് ബാപ്പയോടുള്ള കടപ്പാടിനെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ തുല്യത എങ്ങനെയാണ് പെണ്ണ് ഒരുപോലെ ആവുക? ഇനി നാളെ കുറച്ച് ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വന്നിട്ട് പറയാണ്, പിന്നെ ഇത്രയും കാലം മനുഷ്യവംശം നിലനിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചല്ലോ, 10 മാസം ഗർഭം ചുമന്നു, മുലയൂട്ടി, ഓരോ മാസവും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു, ഇനി ഞങ്ങളതിന് തയ്യാറല്ല, ഇനി നിങ്ങളത് ചെയ്യ്, കുറച്ച് സമത്വം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകളെ ഊളംപാറയിലോ കുതിരവട്ടത്തോ അഡ്മിറ്റ് ചെയ്യാന്നല്ലാതെ വേറെന്ത് ചെയ്യാൻ പറ്റും? പ്രിയപ്പെട്ടവർ, അതൊരിക്കലും സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതും അതാണ്. മറിയം ബീവിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട സംഭവം പറയുമ്പോൾ പടച്ചോൻ അതിന്റെ ഇടയിൽ കൂടി സാന്ദർഭികമായി ഉണർത്തി, വലൈസ ദക്കറു കൽ ഉൻസ, ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെ അല്ലേട്ടോ, നിങ്ങൾ അതിനെ ഒന്നാക്കാൻ ശ്രമിക്കേണ്ട, നിങ്ങൾക്ക് അതിന് കഴിയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വിവരിക്കുന്നു. മറിയം ബീവിയുടെ ഉമ്മ പറയാൻ, വ ഇന്നി സമ്മൈതുഹാ മറിയം, അല്ലാഹുവേ ഞാനിതാ ഇവൾക്ക് മറിയം എന്ന് പേരിടുകയാണ്. വ ഇന്നി ഉഈദുഹാ ബിക വ അവൾക്ക് വേണ്ടിയും അവളുടെ ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പരകൾക്ക് വേണ്ടിയും റബ്ബേ ഞാനിതാ ആട്ടപ്പെട്ട പിശാചിന്റെ ശർറിൽ നിന്ന് നിന്നോട് കാവലിനെ തേടുകയാണ്. പ്രസവിച്ചു കഴിഞ്ഞാൽ ഓരോ ഉമ്മമാരും കഴിയുമെങ്കിൽ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സാധിക്കുമെങ്കിൽ ആ മകളെ നോക്കിയിട്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് എന്ത്? ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം. അല്ലാഹുവേ എൻ്റെ ഈ മോളെ അവളുടെ മരണം വരെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും പിശാചിന്റെ ചതിയിലും വഞ്ചനയിലും ഉൾപ്പെടുത്തല്ലേ നാഥ. എൻ്റെ ഈ മകനെ പിശാചിന്റെ ചതിക്കുഴികളിൽ നിന്ന് മരണം വരെ കാത്തുരക്ഷിക്കണേ റബ്ബേ. മാത്രമല്ല ഇവരുടെ ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പരകളെയും റബ്ബേ ഈ ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര സ്വാലിഹീങ്ങളായ മനുഷ്യർ 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന 916 തൗഹീദുള്ള കലർപ്പില്ലാത്ത അഖീദയുടെ ഉടമകളായ, ജീവിതത്തിൽ ഒരു തോന്നിയവാസത്തിനും ഇന്ന് വരെ പോയിട്ടില്ലാത്ത ശുദ്ധരായ മനുഷ്യർ, ഹറാം സമ്പാദിക്കാത്ത മനുഷ്യരുടെ മക്കൾ എത്ര തോന്നിവാസികളായി പോയിട്ടുണ്ട്, എത്ര വൃത്തികേടിലേക്ക് പോയിട്ടുണ്ട്, എത്ര ഉമ്മമാർ അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരയുന്നുണ്ട്. എന്തിന്റെ കുറവാണ്? മക്കൾ ജനിക്കുമ്പോൾ, അവർ വളരുമ്പോൾ അവരുടെ ഭൗതികത മാത്രം നോക്കിയാൽ പോരാ, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നാഥ എൻ്റെ മകനെ ചൊവ്വായ മാർഗത്തിൽ നടത്തണേ റബ്ബേ, അവനെ സംരക്ഷിക്കണേ നാഥ എന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ നമുക്ക് ഇവിടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു പറയാൻ, ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസന വഅമ്മ
فأنبتها نباتا حسنا وكفلها زكريا فتقبلها الله അത് സ്വീകരിക്കുകയാണ്. ഏത് സ്വീകരിക്കുകയാണ്? ആ നേർച്ചയും സ്വീകരിക്കുകയാണ്. മറിയം ബീവിയുടെ ഉമ്മയുടെ ആ പ്രാർത്ഥനയും സ്വീകരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു വഅംബതഹാ നബാതൻ ഹസന, ആ മാതാവിന്റെ പ്രാർത്ഥന പോലെ ആ കുട്ടി ഏറ്റവും നല്ല രീതിയിൽ അല്ലാഹു വളർത്തിക്കൊണ്ടുവരികയാണ്. വകഫലഹാ സക്കരിയ, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മറിയം ബീവിയുടെ സംരക്ഷണവും ഏൽപ്പിക്കുകയാണ്. സക്കരിയ നബിയുടെ സംരക്ഷണത്തിൽ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ വളർന്നു വരുന്നു. അവരങ്ങനെ വളർന്നു വന്നപ്പോ അള്ളാഹുവിന്റെ ഒരു വലിയതായി, അള്ളാഹുവിന്റെ ഒരു വലിയായി, അള്ളാഹുവിന്റെ ഇഷ്ടമുള്ള ഒരു ദാസിയായി അവർ മാറുകയാണ്. അവരിലൂടെ പല അത്ഭുതങ്ങളും വെളിവാകാൻ തുടങ്ങുകയാണ്. പല അത്ഭുതകരമായ കാര്യങ്ങളും മറിയം ബീവിയിലൂടെ സക്കരിയ നബി കാണാൻ തുടങ്ങുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ. ഓരോ ദിവസങ്ങളിലും മറിയം ബീവിയുടെ മിഹ്റാബിലേക്ക് കടന്നു പോകുമ്പോൾ അതാ സക്കരിയ നബി കാണുകയാണ്. ആ സീസണിൽ എവിടെയും കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ മറിയം ബീവിയുടെ മുന്നിൽ സുലഭമായിട്ടുണ്ട്. ആ നാട്ടിൽ ആർക്കും ലഭിക്കാത്ത ഫലവർഗ്ഗങ്ങളും ഭക്ഷണപാനീയങ്ങളും മറിയം ബീവിയുടെ മുന്നിൽ സുലഭമായി കാണപ്പെടുകയാണ്. സക്കരിയ നബി അത്ഭുതത്തോടെ ചോദിക്കുന്നു, ഖാല യാ മറിയമു അന്നാ ലകി ഹാദാ, അല്ല മോളെ മറിയമേ, എവിടെ നിന്നാണ് നിനക്കിത് ലഭിക്കുന്നത്? എങ്ങനെയാണ് നിനക്ക് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കുന്നത്? ഈ നാട്ടിൽ മറ്റൊരാൾക്കും ലഭിക്കാത്ത ഇത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണവും ഫലവർഗ്ഗങ്ങളും ആരാണ് നിനക്ക് കൊണ്ടുവന്ന് നൽകുന്നത്? മറിയം ബീവി മറുപടി പറയുകയാണ്, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അത് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. പടച്ച റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നു. മറിയം ബീവിയുടെ കറാമത്ത്, അല്ലാഹു നൽകിയ ഇക്റാം സക്കരിയ നബി നേരിട്ട് കാണുകയാണ്. വയസ്സായിട്ടും താടിമുടികൾ നിറച്ചിട്ടും എല്ലുകൾ ശോഷിച്ചു പോയിട്ടും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും ഒരു കുട്ടിയെ കിട്ടാത്ത സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കറാമത്ത് കണ്ടപ്പോൾ എന്താണ് ചെയ്തത്? അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, ഹുനാലിക ദാ സക്കരിയ റബ്ബ. അവിടെ വെച്ച് സക്കരിയ തന്റെ റബ്ബിനെ വിളിക്കുകയാണ്. എന്താണ് പറയുന്നത്? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. എന്റെ രക്ഷിതാവേ, എനിക്ക് നീ നല്ലൊരു സന്താനത്തെ നൽകണമേ. ഇന്നക സമീഉദ് ദുആ, നിശ്ചയം നീ എല്ലാ ദുആകളും കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ വെച്ച് കറാമത്ത് കണ്ടപ്പോൾ നടത്തിയ ആ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിക്കുകയാണ്. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനമുണ്ടാകുകയാണ്. മറിയം ബീവി വീണ്ടും ഇബാദത്തിൽ കൂടുതൽ വ്യാമുഖയാകുന്നു, ഇബാദത്തിൽ കൂടുതൽ വ്യാപൃതയാകുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു മറിയമിന്റെ 16-ാമത്തെ ആയത്ത് തൊട്ട് അല്ലാഹു വിളിക്കുകയാണ്, വൽകുർ ഫിൽ കിതാബി മറിയം ഇദ് തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയാ. കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി, അല്ലാഹുവിന്റെ മുന്നിൽ കൂടുതൽ അമലുകൾ ചെയ്യുന്നതിന് വേണ്ടി കിഴക്ക് ഭാഗത്തുള്ള ഒരു പ്രവിശ്യയിലേക്ക് മറിയം ബീവി മാറി താമസിക്കുകയാണ്. അവിടെ അങ്ങനെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുകയാണ്. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ, ജനങ്ങളിൽ നിന്ന് മുഴുവനും മറ സ്വീകരിച്ചുകൊണ്ട് ആരോടും അധികം സംസാരിക്കാതെ മറിയം ബീവി ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന സമയം, കഴിഞ്ഞുകൂടുന്ന കാലം ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയാ. അല്ലാഹു അദാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ തികഞ്ഞ ഒരു മനുഷ്യന്റെ രൂപത്തിൽ മറിയം ബീവിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. മറിയം ബീവിയുടെ മറ്റാരും കടന്നു വരാത്ത മിഹ്റാബിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വരികയാണ്. ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. പേടിച്ചു പോയ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, നീ സൂക്ഷ്മത പാലിക്കുന്നവനാണെങ്കിൽ, അല്ലാഹുവിനെ ഭയക്കുന്നവനാണെങ്കിൽ, പരമകാരുണികനിൽ ഞാനിതാ നിന്നെ തൊട്ട് അഭയം തേടുകയാണ്. ഖാൽ ജിബ്രീൽ പറയുന്നു, ഇന്നമാ അന റസൂലു റബ്ബിക ലിഅഹബ ലക ഗുലാമൻ സകിയാ. പെണ്ണെ, ഞാൻ നിന്നിലേക്ക് വന്നത് നിന്നെ ഉപദ്രവിക്കാനും പ്രയാസപ്പെടുത്താനുമല്ല, മറിച്ച് അന റസൂലു റബ്ബിക, ഞാൻ നിന്റെ രക്ഷിതാവിന്റെ ദൂതനാണ്. ലിഅഹബ ലക ഗുലാമൻ സകിയാ, നിനക്ക് ജനിക്കാൻ പോകുന്ന പരിശുദ്ധനായ ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള വിവരം നിനക്ക് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നിലേക്ക് വന്നത്. ഖാലത് മറിയം ബീവി ചോദിക്കുകയാണ്, അന്നാ യകൂനു ലീ ഗുലാം, എനിക്കെങ്ങനെയാണ് കുട്ടിയുണ്ടാകുക? വലം യംസസ്നി ബശർ, എന്നെ ഒരു പുരുഷനും ഇതുവരെ സ്പർശിച്ചിട്ടില്ലല്ലോ. വലം
വലം അകു ബഗിയാ, ഞാൻ വഴികേടിലായി സഞ്ചരിച്ചിട്ടുമില്ല. ഖാൽ ജിബ്രീൽ പറയുകയാണ് കദാലിക, പ്രകാരമാണ് കാര്യം. ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ, നിന്റെ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അത് എത്രയോ പ്രയാസം കുറഞ്ഞ കാര്യമാണ്, എത്രയോ നിസ്സാരമായ കാര്യമാണ്. വലിനജഅലഹു ആയതൻ ലിന്നാസി വറഹ്മതൻ മിന്നാ, അല്ലാഹുവിന്റെ കാരുണ്യവും അല്ലാഹുവിന്റെ ഒരു ദൃഷ്ടാന്തവുമായി കൊണ്ട്, ജനങ്ങൾക്കുള്ള ദൃഷ്ടാന്തമായി കൊണ്ട് ആ കുഞ്ഞ് ജനിക്കുക തന്നെ ചെയ്യുന്നതാണ്. വകാന അംറൻ ഖദിയ, ഈ കാര്യം തീരുമാനിക്കപ്പെട്ടതാകുന്നു, ഇതിൽ യാതൊരു മാറ്റവുമില്ല. ഫഹമലത്ഹു ഫന്തബദത് ബിഹി മകാനൻ ഖസിയ, അങ്ങനെ മറിയം ബീവി ഗർഭം ധരിക്കുകയാണ്. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ഗർഭം ധരിക്കുന്നു. ഫന്തബദത് ബിഹി മകാനൻ ഖസിയ, വിദൂരമായ ഒരു പ്രദേശത്തേക്ക് മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം മാറി താമസിക്കാൻ. എന്തിനാണ് അങ്ങനെ മാറി താമസിക്കുന്നത്? എന്താണ് അതിന്റെ ആവശ്യം പ്രിയപ്പെട്ടവരെ? നമുക്കറിയാലോ, തറവാടിയായ ഒരു പെണ്ണ്, സൗന്ദര്യമുള്ള ചെറുപ്പക്കാരിയായ ഒരു പെണ്ണിന് ഒരു ഗർഭമുണ്ടായി കഴിഞ്ഞാൽ, വിവാഹത്തിന്റെ മുന്നേ ആണെങ്കിൽ ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞു വരുത്ത, ഏത് രീതിയിലാണ് ആ പെൺകുട്ടി അപഹസിക്കുക, എന്തൊക്കെ കുത്തുവാക്കുകളാണ് ആ പെണ്ണിനെ കുറിച്ച് പറയുക, അതേ അവസ്ഥ മറിയം ബീവിക്ക് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ ഗർഭം മറച്ചു വെക്കുന്നതിന് വേണ്ടി, ആ അപഹാസങ്ങളും പരിഹാസങ്ങളും കഴിയാതെ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റക്ക് ഒരു സ്ഥലത്ത് മാറി നിൽക്കുകയാണ്. ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ സാന്ത്വനത്തിന്റെയും സമാധാനത്തിന്റെയും താങ്ങിന്റെയും തണലിന്റെയും ആവശ്യം വരുന്നത് അവൾ ഗർഭിണിയായിരിക്കുമ്പോഴാണ്. കാരണം ശരീരം അവശമാകും, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷകങ്ങൾ മുഴുവൻ കുട്ടി വലിച്ചെടുക്കാൻ മാനസികമായി പല പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലും ഒരു വസ്തു താഴേക്ക് വീണുപോയാൽ അത് കുനിഞ്ഞൊന്ന് എടുക്കാൻ വേണ്ടി പോലും ആളുകളുടെ സഹായം ആവശ്യമായി വരുന്ന അവസ്ഥ, ഉദ്ദേശിച്ചതുപോലെ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ, ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിയാത്ത അവസ്ഥ, എല്ലാം താറുമാറായി പോകുന്ന അവസ്ഥയാണ് ഒരു പെണ്ണിന്റെ ഗർഭകാലം. ആ ഗർഭകാലത്തിൽ ആ പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്റെ ഭർത്താവിന്റെ സാമീപ്യമാണ്, തന്റെ ഭർത്താവിന്റെ സാന്ത്വനമാണ്, അല്ലെങ്കിൽ തന്റെ ഉമ്മയുടെയും വാപ്പയുടെയും പരിചരണമാണ്, സാന്ത്വനമാണ്, പരിഗണനയാണ്. ആ പരിഗണനയൊന്നും ലഭിക്കാതെ, ആ പരിഗണനയൊന്നുമില്ലാതെ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്യാണ്? ഒറ്റക്കൊരു സ്ഥലത്ത് ആരും കാണാതെ മാറി താമസിക്കുന്നു. അവസാനം 9 മാസവും ചില്ലറ ദിവസം കഴിഞ്ഞപ്പോ ആ ദിവസം വരികയാണ്, പ്രസവ വേദന വരികയാണ്. ആ വേദന വരുന്ന സമയത്ത് ഖുർആൻ പറയുന്നു അങ്ങനെ ആ വേദന കൊണ്ട് മിഹ്റാബിൽ ഇരിക്കാൻ കഴിയാതെ മറിയം ബീവി അതാ ഇറങ്ങി നടന്നു പോകുകയാണ്. അറിയാതെ നടക്കുന്ന സമയം അവരതാ ഒരു ഈത്തപ്പഴത്തിന്റെ അടുത്തെത്തുകയാണ്, ഈന്തപ്പനയുടെ അടുത്തെത്തുകയാണ്. കാലത്ത് അവർ പറയുന്നു യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ, അല്ലാഹുവേ ഞാൻ ഇതിന്റെ മുന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നാഥാ. വകുന്തു നസിയം മൻസിയാ, അല്ലെങ്കിൽ എന്നെ കുറിച്ച് എല്ലാവരും മറന്നു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എന്ന് മറിയം ബീവി ദുഃഖത്തിന്റെ നിരാശയുടെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ട് പറഞ്ഞു പോകുകയാണ്. ഫനാദാഹാ മിൻ തഹ്തിഹാ, അപ്പോഴതാ ആ ഈത്തപ്പഴത്തോട്ടത്തിന്റെ താഴെ നിന്നവർ അവർ വിളിക്കപ്പെടുകയാണ്. അല്ലാ തഹ്സനീ, മറിയമേ നീ ദുഃഖിക്കരുത്, പ്രയാസപ്പെടരുത്. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ, നിന്റെ കീഴിൽ ജനിച്ചു വീഴാൻ പോകുന്നത്, നിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു വീഴാൻ പോകുന്നത് ഒരു വലിയ മഹാനായ മനുഷ്യനാണ്. വഹുസ്സി ഇലൈകി ബിജിദിഇൻ നഖ്ല തുസാഖിതു അലൈകി റുതബൻ ജനിയാ, സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി, വിശപ്പടങ്ങുന്നതിന് വേണ്ടി, ഹൃദയത്തിൽ ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി ആ ഈന്തപ്പന നീ നിന്നിലേക്ക് അടുപ്പിക്കുക. അത് നിനക്ക് ശുദ്ധമായ ഈത്തപ്പഴം ഒഴിച്ചു തരും, അത് നീ കഴിക്കുക. നിന്റെ അരികിലൂടെ ഒഴുകുന്ന അരുവിയിൽ നിന്ന് നീ വെള്ളം കുടിക്കുകയും കൺകുളിർക്കുകയും ചെയ്യുക. ഫകുലി വഷ്റബി വഖർരി ഐനാ ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദാ, എന്നിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ കാണുകയാണെങ്കിൽ, ആരെങ്കിലും നീ കാണുകയാണെങ്കിൽ, ഫഖൂലി അവരോട് പറയുക ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, ഞാൻ ഇന്നേ ദിവസം പരമകാരുണികനായ റബ്ബിന് വേണ്ടി ഒരു നേർച്ച നോമ്പ് നോറ്റിരിക്കുകയാണ്. ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ, അതുകൊണ്ട് ഇന്നേ ദിവസം മനുഷ്യരോടൊന്നും ഞാൻ സംസാരിക്കുന്നതല്ല എന്ന് ആംഗ്യ ഭാഷയിൽ അവരോട് പറയുകയും ചെയ്യുക. അങ്ങനെ മറിയം ബീവി പ്രസവിക്കുകയാണ്. ആരോരുമില്ലാതെ, സഹായിക്കാൻ ആരുമില്ലാതെ, പരിചരിക്കാൻ ആരുമില്ലാതെ അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ മറിയം ബീവി ഈസാ നബിയെ പ്രസവിക്കുകയാണ്. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലു, പ്രസവം കഴിഞ്ഞപ്പോൾ പടച്ചവൻ പറയുന്നു ആ കുഞ്ഞുമായി നീ നിന്റെ സമൂഹത്തിലേക്ക് പോകുക, നിന്റെ കുടുംബക്കാരുടെ അടുത്തേക്ക് പോകുക, നിന്റെ നാട്ടുകാരുടെ അടുത്തേക്ക് പോകുക. അങ്ങനെ മറിയം ബീവി പോവുകയാണ്. ആ കുഞ്ഞുമായി മറിയം ബീവി
ബീവി വന്നപ്പോ നാട്ടുകാർ മുഴുവനും അതാ ശാപത്തിന്റെയും അപഹാസത്തിന്റെയും പരിഹാസത്തിന്റെയും കുത്തുവാക്കുകളുടെയും ശരവർഷമെയ്യുകയാണ്. ഖാലു, അവർ പറയുന്നു, യാ മറിയം, മറിയമേ, ലഖദ് ജിഇതി ശൈഅൻ ഫരിയാ, വെറുക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നീ ചെയ്തിരിക്കുന്നത്. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിന്റെ സഹോദരി, മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ, നിന്റെ ഉപ്പ ഒരു മോശം മനുഷ്യനായിരുന്നില്ല, നിന്റെ ഉമ്മ ഒരു വഴികെട്ടവളുമായിരുന്നില്ല. ഫഅശാറത് ഇലൈ, ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടപ്പോൾ അവസാനം മറിയം ബീവി അതാ തന്റെ കുഞ്ഞിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. തന്റെ കുഞ്ഞിനോട് ചോദിക്കുകയെന്ന് മട്ടിൽ മറിയം ബീവി വിരൽ ചൂണ്ടുകയാണ്. ഖാലു, നാട്ടുകാരെ ചോദിക്കുന്നു, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയാ, ഈ തൊട്ടിലിൽ കിടക്കുന്ന ചോരപ്പൈതലിനോട് ഞങ്ങൾ എന്ത് സംസാരിക്കാനാണ്, അതിനെന്ത് മനസ്സിലാവാനാണ്, അതെന്ത് പ്രതികരിക്കാനാണെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ ആ ജനക്കൂട്ടത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ആ ജനസഞ്ചയത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തൊട്ടിലിൽ കിടക്കുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസാരം അതാ സൂറത്ത് മറിയമിന്റെ 30-ാമത്തെ ആയത്ത് തൊട്ട് അല്ലാഹു വിവരിക്കുന്നു. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനീ നബിയാ, ഈസാ നബി പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാകുന്നു, അല്ലാഹുവിന്റെ പുത്രനല്ല, അല്ലാഹുവിന്റെ അടിമയാകുന്നു. ആതാനിയൽ കിതാബ്, അവൻ എനിക്ക് ഇഞ്ചീൽ നൽകിയിരിക്കുന്നു, വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു. വജഅലനീ നബിയാ, അവൻ എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. വജഅലനീ മുബാറകൻ, അവൻ എന്നെ അനുഗ്രഹീതനായിരിക്കുന്നു. ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, ഞാൻ എവിടെയായിരുന്നാലും നമസ്കാരവും സകാത്തും കൃത്യമായി നിർവഹിക്കാൻ അവൻ എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു. വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയാ, എൻ്റെ ഈ പൊന്നുമ്മയോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുവാനും അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വസ്സലാമു അലൈഹി, എനിക്ക് സമാധാനം ഉണ്ടായിരിക്കും. യൗമ വുലിത്തു, ഞാൻ ജനിച്ച ദിവസം, വയൗമ അമൂതു, ഞാൻ മരിക്കുന്ന ദിവസം, വയൗമ ഉബഅതു ഹയ്യാ, അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എനിക്ക് സമാധാനം ഉണ്ടായിരിക്കുന്നതാണ്. ദാലിക ഈസ ഇബ്നു മറിയം, ഇതാണ് ഈസ ഇബ്നു മറിയം, ഇതാണ് ഈസ ഇബ്നു മറിയം. ഖൗലുൽ ഹഖ് അല്ലദീ ഫീഹി യംതറൂൻ, അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടും വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടും ഇരിക്കുന്ന ഈസ ഇബ്നു മറിയമിന്റെ ചരിത്രമില്ലേ, അത് ഇതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, മാ കാന ലില്ലാഹി അയ്യത്തഖിദ മിൻ വലദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരു കുട്ടിയെ സ്വീകരിക്കുകയില്ല. സുബ്ഹാനഹു, അവൻ എത്രയോ പരിശുദ്ധനാണ്. ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകുൻ, അവൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ കുൻ എന്ന വാക്കുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നവനാണ് അവൻ. വഇന്നല്ലാഹ റബ്ബി വറബ്ബുകും ഫഅബ്ദൂ ഹാദാ സിറാത്തും മുസ്തഖീം, ഈസാ നബി പറഞ്ഞതാണ്, നിശ്ചയം എന്റെയും നിങ്ങളുടെയും രക്ഷിതാവ് അല്ലാഹുവാണ്. ഫഅബ്ദൂ, അവനെ നിങ്ങൾ ആരാധിക്കുക എന്നല്ല, ഹാദാ സിറാത്തും മുസ്തഖീം, അവനെ ആരാധിക്കുക എന്നതാണ് ചൊവ്വായ മാർഗം, നേരായ മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നേരായ മാർഗത്തിൽ ഉൾക്കൊള്ളുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. വരും ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ ചില ആഘോഷങ്ങൾ നടക്കാൻ പോവുകയാണ്. ക്രിസ്തുമസ് ആഘോഷം. നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകളും ഞാൻ വലിയ മതേതരത്വത്തിൻ്റെ ആളാണ്, ഞാൻ വലിയ ബഹുമുഖത്വത്തിൻ്റെ ആളാണ് എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടി അതിന് ആശംസകൾ നേരാനും അതിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും നിൽക്കാറുണ്ട്. എന്നാൽ ആ ആളുകൾ അറിയേണ്ട ഒരു വിഷയമുണ്ട്. എന്തിൻ്റെ ആഘോഷമാണത്? അള്ളാഹുവിനൊരു പുത്രനുണ്ടായി എന്ന് പറയുന്ന ആളുകൾ നടത്തുന്ന ആഘോഷമാണത്. ആ ഒരു വിഷയത്തെക്കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത്? സൂറത്തു മറിയമിൻ്റെ 88-ാമത്തെ ആയത്ത് തൊട്ട് നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കണം. വഖാലു ഇത്തഖദ റഹ്മാനു വലദ, അവർ പറയുന്നു പരമകാരുണികനായ റബ്ബ് ഒരു കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, ഘോരമായ ഒരു വർത്തമാനമാണ് നിങ്ങൾ പറഞ്ഞത്.
അതിഘോരമായ വർത്താനം. അതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? തകാദു സ്സമാവാതു യതഫത്തർന മിൻ വതൻഷഖുൽ അർദ് വതഖിറുൽ ജിബാലു ഹദ്ദാ. ആകാശം പിളർന്നു പോകും, ഭൂമി വിണ്ടുകയറിപ്പോകും, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമായി പോകും. ആ രൂപത്തിലുള്ള വർത്താനാണ് നിങ്ങൾ പറഞ്ഞത്. എന്താ നിങ്ങളുടെ വർത്താനം? പരമകാരുണികനായ റബ്ബ് ഈ മഹാപ്രപഞ്ചത്തിൽ, ഈ ഭൂമിയുടെ അവസ്ഥ തന്നെ എന്താണ്? ഒരു കൃമികീടത്തിന്റെ വലുപ്പം പോലും ഈ ഭൂമിക്കില്ല. ആ ഭൂമിയിലെ 10,000-കണക്കിന് കോടാനുകോടിക്കണക്കിന് ജീവജാലങ്ങളിൽ ഒരു നിസ്സാര ജീവിയായ മനുഷ്യരിൽ ഒരാൾക്ക് അള്ളാഹുവിനൊരു കുട്ടിയുണ്ടായി. ഈ കാണുന്ന സകല രാജാധികാരത്തിൻ്റെയും രാജാതിരാജനായ പടച്ച റബ്ബിന് ഒരു കുട്ടിയുണ്ടായി എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ഈ തരത്തിലുള്ള ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുമാറ് ഘോരമായ സംഭവമാണ്, അപകടകരമായ സംഭവമാണെന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിൽ നാം ഭാഗവാക്കാകാതിരിക്കുക. മറ്റുള്ള ആഘോഷങ്ങൾ പോലെയല്ല ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഇതിന് ആശംസകൾ നേരുന്നതിൽ പോലും മുസ്ലിം ഉമ്മത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ആദർശവും ആശയവും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കേട്ടതാണ് ഈ വിഭാഗം ആളുകൾ, അവർക്ക് പറയാനുള്ളത് സെമിത്തേരിയിൽ നിന്നും പള്ളികളിൽ നിന്നും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഉമ്മത്തിനെ മുഴുവൻ നാർക്കോട്ടിക് ജിഹാദിന്റെയും അതുപോലെയുള്ള ജിഹാദുകളുടെയും ആളുകളായി ചിത്രീകരിക്കാൻ അവർക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവരോട് നമുക്ക് ദേഷ്യമോ വിദ്വേഷമോ പകയോ ഒന്നുമില്ല. നമുക്കുള്ളത് നസീഹത്ത് മാത്രമാണ്, നമുക്കുള്ളത് ഗുണകാംക്ഷ മാത്രമാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ വിശ്വാസത്തിനെതിരാണ്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ആദർശത്തിനെതിരാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ആരും ഭാഗവാക്കാകാതിരിക്കുക. ആ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നാളെ പരലോകത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ഈ ചിന്താഗതികൾക്കും ഈ ആളുകൾക്കും എതിരെ സാക്ഷി പറയും എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു മാഇദയുടെ അവസാനം അള്ളാഹു പറയുന്നുണ്ട്. വഇദ് ഖാലല്ലാഹു യാ ഈസ ഇബ്നു മറിയം, അല്ലയോ ഈസ ഇബ്നു മറിയം, അല്ലാഹ് ചോദിക്കാണ് മഹ്ശറയിൽ വെച്ച്, യാ ഈസ ഇബ്നു മറിയം, ഈസ അൻത ഖുൽത ലിന്നാസ്, നീ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ എന്നെയും എൻ്റെ ഉമ്മയെയും നിങ്ങൾ ഇലാഹുകളായി സ്വീകരിക്കണമെന്ന് നീ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഈസാ നബിയോട് അല്ലാഹു ചോദിക്കുമ്പോൾ ഈസാ നബിയുടെ മറുപടി എന്താണ്? ഖാല സുബ്ഹാനക്, ഖാല സുബ്ഹാനക്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്, സത്യമല്ലാത്തൊരു കാര്യം എൻ്റെ പേരിൽ ഞാൻ എങ്ങനെയാണ് പറയുക? ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത, ഞാൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായി നീ അറിയുമായിരുന്നു. ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം വ അൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹുവേ നീ എന്നെ ഉയർത്തിയപ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങൾ മുഴുവൻ അറിയുന്നവൻ നീ മാത്രമാണ്. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അൻ ഇഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബകും വ കുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, അല്ലാഹുവേ നീ എന്നോട് പറയാനൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട്. എന്താണ്? നിങ്ങളുടെയും എൻ്റെയും രക്ഷിതാവ് അല്ലാഹുവാണ്. അത് ഞാൻ നന്നായി പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുമുണ്ട്. ഇൻ തുഅദിബുഹും ഫഇന്നഹും ഇബാദുക്, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ആർക്കും ചോദിക്കാനില്ല, അവർ നിന്റെ അടിമകളാണ്. വഇൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ പ്രതാപിയും യുക്തിമാനുമാണ്. അതുകൊണ്ട് റബ്ബേ നീ അവർക്ക് പുറത്തു കൊടുക്കാതിരിക്കെ എന്ത് വേണമെങ്കിലും ചെയ്താൽ ഞാൻ അതിൽ ആളല്ല, ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, നീ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിഭാഗം ആളുകൾക്കെതിരെ സാക്ഷി പറയുന്ന രംഗത്തെക്കുറിച്ച് സൂറത്തുൽ മാഇദയുടെ അവസാനം അല്ലാഹു വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഭാഗവാക്കാകാതിരിക്കുക, സൂക്ഷിക്കുക, വിശ്വാസം സംരക്ഷിക്കുക. തീവ്രവാദിനോ ഭീകരവാദിനോ വിദണ്ഡവാദിനോ ആളെന്തെങ്കിലും വിളിച്ചോട്ടെ, നമുക്കത് വിഷയമല്ലല്ലോ. 60-70 കൊല്ലം ഇവിടെ കാട്ടിക്കൂട്ടിയിട്ട് പടച്ചോൻ്റെ അടുത്ത് പോകാനുള്ള ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ആളുകളെ ഭയന്നിട്ട് ആദർശത്തെ കീറി മുറിക്കാതിരിക്കുക, ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ച് കളയാതിരിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആദർശധീരതയോടുകൂടി ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ അയൽവാസികൾ അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് തരുമ്പോൾ അവരെ വെറുപ്പിക്കാതിരിക്കുക, അതും കൂടി ശ്രദ്ധിക്കണം. കാരണം ദാവത്തിന് എപ്പോഴും ഒരു ആക്സസ് ആവശ്യമാണ്. നിങ്ങൾ വാങ്ങിച്ചു വെച്ചോ, പക്ഷെ നിങ്ങൾ കഴിക്കണ്ട. അവരെ വെറുപ്പിക്കാതിരിക്കുക. ഞാൻ ഭയങ്കര സംഭവമാണ്, നീ അങ്ങനെ എനിക്ക് കൊണ്ടുതരാം, ആ രീതിയിൽ മുഷ്ക് വർത്താനങ്ങൾ പറഞ്ഞ് ഈ ഉമ്മത്തിനെ, സമുദായത്തെ പറയിപ്പിക്കാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതും കൂടി ഈ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. യഥാർത്ഥ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആദർശത്തിൻ്റെ വക്താക്കളായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നാദാ, മരണം വരെ നിന്നെ സൂക്ഷിച്ച് ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും നിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും
പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിൻ്റെ കലിമത്ത് ജീവിതത്തിലും മരണത്തിലും ഹൃദയത്തിലും പ്രവർത്തനത്തിലും വാക്കിലും ഞങ്ങൾക്ക് നീ കനിഞ്ഞരുളണേ റബ്ബേ. അല്ലാഹുവേ, നിൻ്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് ഔദാര്യമായി നൽകണേ നാഥാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനഹ വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ.